ഇന്നത്തെ അവസാനത്തെ ദിവസം ഒന്ന് ഓട്ടപ്പാച്ചിലായിരുന്നു. ആ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചഭക്ഷണം ഇപ്പൊ കഴിക്കുന്നതാണ്. സമയം ഒരുപാട് വൈകി. ഏകദേശം ഒരു 3:30 അടുപ്പിച്ച് DC-യിലേക്ക് ചെല്ലാം. വലിയ ഒരു ജാഥയൊക്കെ തുടങ്ങുന്നത് ഏതായാലും ഇപ്പൊ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ. കണ്ണാടിയിലൊരു സഹപ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറെ വിഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു വൈകി വിഭവസമൃദ്ധമായൊരു ഭക്ഷണം തന്നെയാണ് സരിൻ ഏതായാലും ഉള്ളത്. ഏതായാലും ഇപ്പോൾ സരിൻ ചേരുന്നുണ്ട്. വീട്ടിൽ നിന്നാണ് സരിൻ അല്പം സമയം വൈകിയെങ്കിലും ഒരുപാട് വിഭവങ്ങളുണ്ടല്ലേ? അതെ അതെ. ഈ സമയം ആവാറുണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ? 2:30 മണിയാവും. എങ്ങനെയായാലും ഇത് ഈ ഇലക്ഷൻ സമയം തുടങ്ങിയത് തൊട്ടാണോ അങ്ങനെ പ്രചരണം തുടങ്ങിയത്? അതിനു മുമ്പ് ചിലപ്പോൾ 3:30 മണിയാവും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിഷ്ഠയില്ല. അത് സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. ഏതായാലും ഇനി കുറച്ചു നേരം കൂടിയുള്ളൂ പരസ്യ പ്രചരണം അവസാനിക്കാൻ. എന്ത് തോന്നുന്നു? മനസ്സിലിപ്പോ എന്താണ്? വലിയ ആത്മവിശ്വാസമാണ്. ജനങ്ങള് അവർക്ക് അർഹിച്ച ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കും. പാലക്കാടിന്റെ അർഹത ഒട്ടും പുറകിലല്ല. പാലക്കാടിനറിയാം അവരെ പ്രതിനിധീകരിക്കേണ്ട ആളെന്താണ്, എങ്ങനെയാണ് എന്ന്. തങ്ങളെ വിലകുറച്ച് കാണുന്ന, തങ്ങളുടെ രാഷ്ട്രീയത്തെ വിലകുറച്ച് കാണുന്ന മുന്നണികളോട് അവർക്ക് പുച്ഛമായിരിക്കും. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ ചില അട്ടിമറി നീക്കങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറിയോ ഒക്കെ ആളുകളെ എത്തിച്ചോക്കെ ജനങ്ങളുടെ അഭിപ്രായത്തെ അങ്ങ് മാറ്റിമറിച്ച് കളയാമെന്ന് വിചാരിക്കുന്നതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. ആ വിരുദ്ധതയെ പാലക്കാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഇരട്ട വോട്ട് വിഷയമൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. അതൊക്കെ ഒരു ക്രമസമാധാന പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അർഹതയില്ലാത്ത വോട്ടർമാരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എന്തെങ്കിലും പോംവഴികളുണ്ടോ, അല്ലെങ്കിൽ കോടതി ഇടപെടുമോ എന്നുള്ളതൊക്കെയാണ് ഇനി ബാക്കി അറിയാനുള്ളത്. നിലവിൽ ഇപ്പോൾ അതൊരു സ്പെഷ്യൽ ലിസ്റ്റായിട്ട് പരിഗണിച്ച് അതൊരു ചലഞ്ചിങ് വോട്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നതാണ് തോന്നുന്നത്. അത് അതിനുള്ള സാധ്യത കുറവാണ്. ഇത്രയധികം വോട്ടുകൾ ചലഞ്ചിങ് വോട്ടുകളാക്കാൻ സാധ്യതയില്ല. അല്ല, പക്ഷെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. അതും ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും. കാരണം നമ്മള് അഫിഡവിറ്റ്, ഒരു ഡിക്ലറേഷൻ ഉണ്ട്. വോട്ട് മാറ്റുമ്പോഴും വോട്ട് ചേർക്കുമ്പോഴും നിങ്ങൾക്ക് വേറെ എവിടെയും വോട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായ പ്രോസിക്യൂഷന് വിധേയമാകുന്ന, അത് ഇവിടെ ബാധകമല്ലേ. അപ്പൊ അതുകൊണ്ട് നിലവിലെ ചട്ടങ്ങളനുസരിച്ച് അതിലേതായാലും ആ കാര്യത്തിലൊക്കെ ഒരു നടപടി ഉണ്ടാകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. സരിന്റെ ഒപ്പം തന്നെ എപ്പോഴും നിഴല് പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ജയദേവേട്ടൻ. ജയദേവേട്ടൻ ഇപ്പോ ഒപ്പമുണ്ട്. ജയദേവേട്ടന് ക്ഷീണിച്ചോ? ഇല്ല, ഒരു ക്ഷീണമില്ല. നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനപ്പുറത്തായി കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അവരെ എത്തിക്കുന്നതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമാണ്. തീർച്ചയായും ഓരോ ദിവസം വർദ്ധിക്കുന്നതും നമ്മുടെ ആത്മവിശ്വാസവും ആവേശവും വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിരുന്നത്. മുഖത്തുള്ള ക്ഷീണം മനസ്സിനില്ല. കാരണം ജയദേവട്ടനെ കുറച്ചാളായി കാണാൻ തുടങ്ങിയിട്ട്. അത് സ്ഥാനാർത്ഥിയുടെ കൂടെ തന്നെ നടക്കുന്നതുകൊണ്ടും നമുക്ക് ഈ കൃത്യസമയത്ത് ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തിക്കണം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ പരിപാടികളെല്ലാം ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നോക്കുമ്പോൾ രാത്രി ഏറെ വൈകും. രാവിലെ നേരത്തെ തന്നെ എണീക്കേണ്ടതായി വരും. അതിന്റെ എല്ലാം ക്ഷീണമായിരിക്കും. പക്ഷെ ഒരിക്കലും അത് മനസ്സിനകത്ത് അത്തരത്തിലുള്ള ക്ഷീണമില്ല. ഏതായാലും ജയദേവട്ടനും മുഴുവൻ സമയം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് മുതൽ സരിന്റെ ഒപ്പം ആദ്യ ദിവസം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ജയദേവട്ടൻ. അപ്പോൾ ഇവരിന്ന് അവസാന ദിവസമാണ്. പരസ്യ പ്രചരണത്തിന്റെ തിരക്കിന്റെയൊക്കെ അവസാന ദിവസമാണ്. ഏതായാലും സരിൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ സരിൻ പോകുന്നത് DC-യിലേക്കാണ്. DC-യിൽ നിന്നാണ് കുട്ടിക്കലാശം തുടങ്ങുക. അവസാന ദിവസമാണ്. ഏകദേശം 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സിന്റെ, ഒരു വലിയ പ്രചരണ പരിപാടിയുടെ അവസാന ദിവസമാണ്. അതിന്റെ ഫൈനൽ ലാപ്പിലേക്ക് എത്തുകയാണ്. ഏതായാലും കൂടി പ്രചരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചരണം. അത് കഴിഞ്ഞാൽ ശരി, എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഇനി നമ്മൾ പ്രതികരണം ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ഫ്ലോ കളയണ്ട.